മഹാലക്ഷ്മി സീരിയലിൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ആ രഹസ്യങ്ങളുടെ ചുരുടുകളെല്ലാം അഴിയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അതായത് സുരേഷിനെ തടഞ്ഞു നിർത്തിയിട്ട് ഗുണ്ടകൾ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുകയും ഈ ബോംബ് ഞങ്ങൾ നിൻ്റെ ദേഹത്തെ ഘടിപ്പിക്കും, ഞങ്ങൾ പറയുന്ന പോലെ നീ അനുസരിച്ചില്ലെങ്കിൽ നിൻ്റെ ദേഹത്തിരുന്ന് ഇത് പൊട്ടും, നിനക്ക് നിൻ്റെ കുടുംബത്തോടൊപ്പം സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നീ മഹാലക്ഷ്മിയെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കേട്ട് ഭയക്കുന്ന സുരേഷ് ആണെങ്കിൽ മഹാലക്ഷ്മിയെയും കൊണ്ട് ഗോഡൗണിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഗോഡൗണിലേക്ക് അകത്തേക്ക് കയറുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ഗുണ്ടകളെ കണ്ട് ഭയപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഈ പാവത്തിനെ വെറുതെ വിടണമെന്ന് അവരോട് പറയുന്നുണ്ട്. മഹാലക്ഷ്മി അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ കൈയടി പാസാക്കിക്കൊണ്ട് മാർക്കോ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാർക്കോയുടെ ഒപ്പം ലോപ്പസും ഉണ്ട് കേട്ടോ. ഇത് കണ്ട് മഹിക്ക് വളരെയധികം ആശ്വാസവും അതുപോലെ തന്നെ സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാറ് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുൻപ് മഹാലക്ഷ്മിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത്. അന്ന് മുതൽ തന്നെ ഞാൻ ഇവന്മാരെൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു. മേഘനാണ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തത് മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇവന്മാരിപ്പോൾ 3 പേരും മനുഷ്യ ബോംബുകളാണെന്നും ഇവരെൻ്റെ കൺട്രോളിലാണെന്നും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ ഗുണ്ടകളോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഗോഡൗണിൽ നിന്നും ഒരു ഡെഡ് ബോഡി സംഘടിപ്പിക്കണമെന്നും ബാക്കിയുള്ളത് ഞാൻ പറയാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോ ആണ് കേട്ടോ മേഘന അയച്ചു കൊടുത്തിരിക്കുന്നത് ഗുണ്ടകൾ. അപ്പോൾ അത് കണ്ടിട്ടാണ് മഹാലക്ഷ്മിയാണ് മരിച്ചിരുന്നത് എന്ന് മേഘനും പ്രതാപനും ഇപ്പോൾ ഉറപ്പിച്ച് അവരിങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം മഹാലക്ഷ്മിയോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, മഹാലക്ഷ്മി ഇപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി ഗുണ്ടകൾക്ക് കൊടുക്കണം, എന്നിട്ട് പുതിയൊരു സാരി നൽകിക്കൊണ്ട് ഇത് മഹാലക്ഷ്മി ഉടുക്കണം, ഇത് വെച്ച് ഒരു കളി ഉണ്ടെന്നും മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയ മേഘനയും പ്രതാപനെയും ഒരിക്കലും വെറുതെ വിടില്ല എന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. ഈ കളി കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോകട്ടെ എന്നും എന്നിട്ട് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടുമെന്നും മാർക്കോ പറയുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകളാണെങ്കിൽ ആ ഡെഡ് ബോഡിയാണ് കേട്ടോ മേഘനയും പ്രതാപനെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിതയ്ക്ക് അടിയിൽ വെച്ചിരിക്കുന്നത്. അത് മഹാലക്ഷ്മി തന്നെയാണെന്ന് വിചാരിച്ച് അത് കണ്ട് മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട് പ്രതാപനും മേഘനും. ശേഷം ഗുണ്ടകൾ വന്ന് ചിത കത്തി തീർന്നു എന്ന് പറയുമ്പോൾ അവരത് കണ്ട് സന്തോഷിക്കുന്ന വീഡിയോ എല്ലാം മാർക്കോ മഹാലക്ഷ്മിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ അത് കണ്ട് വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ഇവന്മാരെ വെറുതെ വിടാൻ പാടില്ല. കണ്ണൻ സാറിൻ്റെ സ്വത്തിലല്ലാതെ ആർക്കും കണ്ണൻ സാറിനോട് ഒരു സ്നേഹവും ഇല്ല. നല്ല മനസ്സുള്ള നിങ്ങളെപ്പോലുള്ളവരെ രക്ഷിക്കാനായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ ചിലർ കടന്നു വരൂ എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ മാർക്കോയോടും മാർക്കോയുടെ ഈ കൂട്ടുകാരനോടും ഉള്ള ഞങ്ങളുടെ നന്ദി ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഒരു വൃശ്ചിക മാസത്തിലല്ലേ കണ്ണൻ സാറിൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടത്. അടുത്ത മണ്ഡലകാലത്തിൽ കണ്ണൻ സാറ് വീൽ ചെയറിലൊക്കെ മാറ്റി വെച്ച് മല ചവിട്ടു എന്ന് മാർക്കോ പറയുന്നത് അത് കേട്ട് ശരിക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹിക്ക്. മാർക്കോയുടെ വാക്കുകൾ പൊന്നാകട്ടെ എന്നും മഹി ഇതേ സമയം പറയുന്നുണ്ട്. പ്രതാപനും മേഘനും ആണെങ്കിൽ ഇപ്പോൾ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. അങ്ങനെ പ്രതാപൻ ഗുണ്ടകൾക്ക് മഹാലക്ഷ്മിയെ കൊന്നു കത്തിച്ചതിന് കൂടുതൽ പണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കണ്ണനെ ഇതുപോലെ കൊന്ന് കത്തിക്കുകയല്ല, ജീവനോടെ കത്തിക്കണമെന്നും നമുക്ക് ഈ ഗുണ്ടകൾ ഇവർ നല്ല എഫിഷ്യൻ്റാണ്, അപ്പോൾ ഇവരെ തന്നെ ആ പരിപാടി ഏൽപ്പിക്കാമെന്ന് മേഘനും പ്രതാപനും പറയുന്നുണ്ട്. ശേഷം ഗുണ്ടകൾ നേരെ ആ പണവുമായിട്ട് മാർക്കോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പണം മാർക്കോയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് മാർക്കോ ഒരിക്കൽ കൂടി ഗുണ്ടകളോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, മഹാലക്ഷ്മി മരിച്ചു എന്ന് തന്നെ അവർ കരുതണം. അങ്ങനെ വിശ്വസിച്ച് ഈ രാത്രി പ്രതാപനും മേഘനും ശാന്തമായിട്ട് ഉറങ്ങട്ടെ, എന്നിട്ടാണ് യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത് എന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ ഗുണ്ടകളോട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ നേരെ പോകുന്ന വഴിക്ക് തന്നെ ചൂടോടെ ഉണ്ണിയെ വിളിച്ച് ഈ കാര്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ 3 പേരും, ദുർഗയും ഉണ്ണിയും കരുണയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ശേഷം മേഘനാണെങ്കിലും വീട്ടിൽ ചെന്നതിന് ശേഷം വാമനോടും സീമന്തിനിയോടും ഒക്കെ ഇക്കാര്യം പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുകയാണ് കേട്ടോ പ്രതാപൻ. പലതവണ നമ്മൾ പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ നമ്മൾ വിജയിച്ചു അമ്മേ. ഇനി കമലേശ്വരം തറവാടും ബിസിനസ്സും ഒക്കെ നമുക്ക് സ്വന്തം. ഇന്ന് രാത്രിയെങ്കിലും നന്നായിട്ട് ഉറങ്ങണം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതേ സമയം മോഹിനി വന്നിട്ട് എന്താ പ്രതാപേട്ട എന്ന് ചോദിക്കുമ്പോൾ, നീ നിൻ്റെ മോളെ ഇനി ഒരിക്കലും കാണില്ലടി, അവൾ തീർന്നു, അവളുടെ ചിത കത്തിച്ചിട്ടുള്ള വരവാണ് എൻ്റേതെന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് നിയന്ത്രണം വിട്ട് കരയാണ് കേട്ടോ മോഹിനി.
ഇതേസമയം മാർക്കോയാണെങ്കിൽ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത മേഘനും പ്രതാപനും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ചുവടുവെപ്പ് എന്നോണം ജീവിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയെ മാത്രം പേടിച്ചാൽ മതിയല്ലോ, മരിച്ചുപോയ മഹാലക്ഷ്മിയെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നെല്ലാം പ്രതാപൻ മുത്തശ്ശിയോട് വീമ്പ് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ മേഘനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ആയിരിക്കും മാർക്കോ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ അവർ മഹാലക്ഷ്മി മരിച്ചു പോയി എന്ന് തന്നെയാണല്ലോ അവർ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ചെറിയൊരു ഭയവും അവർക്കുണ്ട്. കാരണം മഹാലക്ഷ്മി എന്ന് പറയുന്നത് വളരെയധികം ദൈവിക ചൈതന്യമുള്ള, മനസ്സൊക്കെ വളരെ നന്മയുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ പ്രേതമായിട്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ പ്രേതമായിട്ട് എത്തുന്ന മഹാലക്ഷ്മി പ്രതാപൻ്റെയും മേഘൻ്റെയും ഉറക്കം കെടുത്തുകയും അവരെ ഭയത്തിൻ്റെ മുൾമുനയും നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കോ ഇടപെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്. അപ്പോൾ എന്തായാലും മാർക്കോയുടെ ഈ ഒരു ഗെയിം ഏതുവരെ നീണ്ടു പോകും എന്ന് നോക്കാം. ശേഷം എന്തായാലും മാർക്കോ തന്നെ ഈ 2 ചതിയന്മാരെയും പോലീസിൽ ഏൽപ്പിച്ച് അവർക്ക് തക്ക ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിലെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്